അഭിനയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാപ്രതിഭകളെ രാജ്യത്തിന്റെ ചലച്ചിത്ര മേഖലയ്ക്ക് മുമ്പാകെ അഭിമാന പുരസ്സരം അവതരിപ്പിച്ച പാരമ്പര്യമാണ് മലയാള സിനിമയ്ക്കുള്ളത്. അവരിൽ താരപ്പൊലിമ കൊണ്ട് തലയെടുപ്പോടെ നിന്ന ഇതിഹാസ നടനായിരുന്നു മലയാളത്തിന്റെ സ്വന്തം നിത്യഹരിത നായകനായ പ്രേം നസീർ. 1950കളിലും 60കളിലും ചലച്ചിത്ര വ്യവസായം അതിന്റെ ചക്രവാളങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അതിന് വലിയൊരളവിൽ വഴിയൊരുക്കിയ നായകനായിരുന്നു അദ്ദേഹം. പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ഇടം നേടുന്നതിനോടൊപ്പം സിനിമാ മേഖലയിലെ അദ്ദേഹത്തിന്റെ ഉയർച്ചയ്ക്കും ആ കാലഘട്ടം സാക്ഷിയായി. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രശസ്തനായ നടന്മാരിൽ ഒരാളായ പ്രേം നസീർ 720 ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ നായികയായി ഷീല വേഷമിട്ടത് 130ഓളം ചിത്രങ്ങളിൽ. അങ്ങനെ ഒരു നടിക്കൊപ്പം ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായ നടൻ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് അദ്ദേഹം നേടി. മലയാളത്തിന് പുറമെ തമിഴിലും പ്രേം നസീർ തന്റേതായ അഭിനയ മികവ് കാഴ്ചവെച്ചിട്ടുണ്ട്. അന്യഭാഷ എന്ന പരിമിതികളൊന്നും അദ്ദേഹത്തിന്റെ അഭിനയത്തെ ബാധിച്ചിരുന്നില്ല. തമിഴ് ചലച്ചിത്ര മേഖലയിലേക്കുള്ള തന്റെ പ്രവേശനത്തെക്കുറിച്ചും മുതിർന്ന നടനും മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ MGR തനിക്ക് പകർന്നു നൽകിയ ആത്മവിശ്വാസത്തെക്കുറിച്ചും ഒരു അഭിമുഖത്തിൽ നസീർ പറഞ്ഞിരുന്നു. 1957-ൽ തമിഴിൽ നിന്നാണ് എനിക്ക് സിനിമയിൽ ആദ്യ ഓഫർ ലഭിച്ചത്. എന്നാൽ മരുമകൾ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ഞാൻ നടനെന്ന നിലയിൽ യാത്ര ആരംഭിച്ചത്. 1951 ഡിസംബർ 26-ന് ആദ്യമായി ക്യാമറയെ അഭിമുഖീകരിച്ചു. തായ് പിറന്താൽ വഴിപിറക്കുമായിരുന്നു എന്റെ ആദ്യ തമിഴ് ചിത്രം. ഈ സിനിമയിൽ അഭിനയിക്കവെയാണ് ഞാൻ MGRനെ ആദ്യമായി കണ്ടത്. പരിചയപ്പെട്ടത് മുതൽ അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ മലയാളത്തിൽ മാത്രം ഒതുങ്ങുന്നത്? നിങ്ങൾക്ക് തമിഴിലും അഭിനയിച്ചുകൂടെ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. തമിഴ് ഭാഷയിൽ വലിയ പ്രാവീണ്യമില്ലെന്ന് ഞാൻ മറുപടി നൽകി. അത് കേട്ടപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ ഇത്രയും തമിഴ് മതി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ആ സമയത്താണ് നിർമ്മാതാവ് AK വേലൻ തന്റെ തായ് പിറന്താൽ വഴിപിറക്കും എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യാനായി എന്നെ സമീപിക്കുന്നത്. നസീർ പറഞ്ഞു. തന്റെ തമിഴ് ദുർബലമാണെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും വേലന് അത് പ്രശ്നമായിരുന്നില്ല. ഉടൻ തന്നെ തമിഴ്നാട്ടിലേക്ക് എത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. 3-4 ദിവസങ്ങൾക്കു ശേഷം ഞാൻ ചെന്നൈയിൽ പോയി കരാർ ഒപ്പിട്ട ശേഷം സിനിമ ചെയ്തു. തായ് പിറന്താൽ വഴിപിറക്കും വമ്പൻ ഹിറ്റായി മാറി. താമസിയാതെ തന്നെ നിരവധി ഓഫറുകൾ തനിക്ക് തമിഴിൽ നിന്നും ലഭിച്ചുവെന്നും പ്രേം നസീർ കൂട്ടിച്ചേർത്തു. ഞാൻ അവിടെ പോയത് ഒരു സിനിമ ചെയ്യാനാണ്. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ 55 സിനിമകളിൽ ഞാൻ കരാർ ഒപ്പിട്ടു, പ്രേം നസീർ പറഞ്ഞു. തുടർന്ന് നല്ലയിടത്ത് സംബന്ധം, നാൻ വളർത്ത തങ്കൈ, പെരിയ കോയിൽ, അരുമൈ മകൾ അഭിരാമി, ഉഴവുക്കും തൊഴിലുക്കും വന്ദനൈ സൈവവും, ഒരേ വഴി, കല്യാണിക്ക് കല്യാണം, കൂടി വാഴ്ന്താൽ കോടി നന്മൈ, സഹോദരി, ഇരുമനം കലന്താൽ തിരുമണം, പാവൈ വിളക്ക്, മുരടൻ മുത്തു തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു. ശിവാജി ഗണേശൻ, MR രാധ, MN രാജം, സരോജാദേവി, രാഗിണി തുടങ്ങിയ മുതിർന്ന അഭിനേതാക്കളോടൊപ്പവും അദ്ദേഹം പ്രവർത്തിച്ചു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.